പഴയ ഡ്രസ്സ് എന്ന് പറയുന്നത് കീറി പറഞ്ഞ ഡ്രസ്സുകളൊന്നും അല്ല കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ഞാൻ അയച്ചു കൊടുത്ത ഡ്രസ്സ് കുഞ്ഞുങ്ങൾ ഇട്ടിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു. ഇന്നൊന്നും തുടങ്ങിയതല്ല കേട്ടോ, ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ലെവിയുടെ ഡ്രസ്സ് കൊടുക്കുന്നത്. ഇത് എൻ്റെ ഡ്രസ്സും ജാക്കറ്റ്. ഫെബ്രുവരി തൊട്ടിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ റിസൾട്ട് ഇന്നറിയാൻ പോവുകയാണ്. ബാംഗ്ലൂരിലെ മമ്മി വന്നു 3ാമത്തെ ദിവസമാണ് ആക്സിഡന്റ് ഉണ്ടായത്. ബാഡ് എക്സ്പീരിയൻസ് ഈയിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ലെസ്റ്ററിൽ ഒരു ചർച്ചിൽ വെച്ചിട്ട്. പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റന്റും ആണ്, ഫോൾ റെസിസ്റ്റന്റും ആണ്. നമസ്കാരം, എൻ്റെ ഡെയിലി ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നോ? ലെവിക്കുണ്ടിൻ്റെ ഡ്രസ്സ് ഈ പ്രാവശ്യം ഡൊണേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഡൊണേഷന് കുറച്ച് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തുകൂടെയും ചോദിച്ചു. ഈ പഴയ ഡ്രസ്സ് എന്ന് പറയുന്നത് കീറി പറഞ്ഞ ഡ്രസ്സുകളൊന്നും അല്ല കേട്ടോ ഞാൻ കൊടുക്കുന്നത്. നല്ല ഡീസൻറ്റ് ഡ്രസ്സുകളാണ്, ഒരു പ്രാവശ്യമൊക്കെ ഇട്ടതേ ഉള്ളൂ. ഇവൻ എന്നെ കൊണ്ട് ഒരിക്കലും വ്ളോഗ് ചെയ്യാൻ സമ്മതിക്കാറില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വ്ളോഗ് തന്നെ എടുക്കാതിരിക്കുന്നത്. ആൾക്കിപ്പോൾ ഓടിക്കളിക്കണം. എനിക്ക് തോന്നുന്നു ബെറ്റർ ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം ബാക്കി വിശേഷം പറയുന്നതായിരിക്കും. ഞങ്ങളുടെ പനി എങ്ങനെയുണ്ട്, ലെവിക്കുട്ടിനും ഞാനും ഓക്കെ ആയോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ കഫക്കെട്ടൊക്കെ മാറി വരുന്നു. ലെവിക്കുട്ടിനും എനിക്കും ചെറിയ കൺജഷൻ ഉണ്ട്, പക്ഷേ ഓക്കെ. അപ്പോൾ ചർച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇന്നൊരു വ്ളോഗ് എടുക്കണമെന്ന്. വ്ളോഗ് എടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ, ഫസ്റ്റ് ഓഫ് ഓൾ ലെവിക്കുട്ടിൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്, ചേച്ചിക്ക് എങ്ങനെയാണ് കോൺടാക്ട്സ് കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചു. ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. നാട്ടിലേക്ക് എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല, നല്ല കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് 80 to 90 pounds ആവും കേട്ടോ 10 പേർക്കൊക്കെ അയച്ചു കൊടുക്കാൻ നേരത്ത്. പക്ഷേ ആളുകൾ കാണുമ്പോൾ വിചാരിക്കും, ഞാൻ ഫ്രീ ആയിട്ട് പറക്കി അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ്. ആ ചാരിറ്റിയിലൊന്നുമല്ല ഞാൻ കൊടുക്കുന്നത്. ഞാൻ പാക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള ആളുകൾക്ക് 10 ഡ്രസ്സ് 12 ഡ്രസ്സ് വെച്ചിട്ട് ഈവൻ ടോയ്സും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതെൻ്റെ ഒരു സന്തോഷം. ചാരിറ്റി കൊണ്ട് കൊടുക്കുന്നതിനെക്കാട്ടി ബെറ്റർ എനിക്ക് തോന്നി ആവശ്യക്കാർക്ക് കൊടുക്കുന്നതായിരിക്കുന്നത്. അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ല. കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് അത് ഇഗ്നോർ ചെയ്ത് നിങ്ങൾ വേണ്ട എന്നുണ്ടെങ്കിൽ ചാനൽ കാണാതിരിക്കുക. ബൈ ദ വേ, ഞാനിപ്പോൾ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, അക്കയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ചേച്ചിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോകുന്ന സമയത്ത് അക്കയ്ക്ക് ഒരു ബൈക്ക് ഉണ്ട്. ബൈക്കിൽ മഴയത്താണ് പോയത്, തെന്നി വീണ് കാലിൻ്റെ മുട്ടിൻ്റെ താഴെ ഫ്രാക്ചറായി. അത്യാവശ്യം നല്ല പരിക്കാണ് പറ്റിയിരിക്കുന്നത്. സർജറി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ട്യൂസ്ഡേ. അപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക എത്രയും പെട്ടെന്ന് നടക്കാൻ. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നിങ്ങളുടെ പ്രയറിൽ ഓർക്കുക. ഇവിടെ ഒരാൾ നടക്കുന്നുണ്ട്. ഡാഡി മമ്മി അവിടെയാണ്. എൻ്റെ കൂടെ ഈ പ്രാവശ്യം നിന്നേ ഇല്ല. അതിൻ്റെ ഒരു വിഷമം അവർക്ക് നന്നായിട്ടുണ്ട്. ചെറിയ വിഷമമുണ്ട് ഡാഡി മമ്മി ഒന്നും ഇല്ലാത്തതിൽ. കാരണം ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 5.5 മാസത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ മിക്ക ടൈമും അവിടെ തന്നെയായിരുന്നു പിള്ളേരുടെ കൂടെ. കാരണം നിന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കയുടെ മദറിലോ വരുന്നതിൻ്റെ മുമ്പേ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ മമ്മി വന്നു, ബാംഗ്ലൂരിലെ മമ്മി വന്നു 3ാമത്തെ ദിവസമാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. എല്ലാവരും ഉണ്ടായത് കാരണം അവൾക്കതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഈവൻ പിള്ളേരുടെ സ്കൂളിങ് കാര്യങ്ങളൊക്കെ മമ്മിയും ഡാഡിയും ടേക്ക് കെയർ ചെയ്തോളും. റേച്ചാനും ജോലിക്ക് പോകണമല്ലോ. ബൈ ദ വേ, ഞാൻ ഈ വ്ളോഗിൽ മെയിനായിട്ട് പറയാൻ വന്നത് ലെവിക്കുട്ടിൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത് അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പേ ലെവിക്കുട്ടിന് സ്ക്രീൻ ടൈം കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. പണ്ടൊന്നും ഞാൻ കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവൻ ഹൈപ്പർ ആക്റ്റീവാണ്. ഓക്കെ, അച്ചു ജോലിക്ക് പോയി കഴിഞ്ഞ് ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പം കുറച്ച് നഴ്സറി റൈംസൊക്കെ കേൾപ്പിക്കാറുണ്ട്. കാരണം അവനെ നഴ്സറി വിടുന്നില്ല. അപ്പം നമ്മൾ കുറച്ചൊക്കെ പാട്ട് പഠിപ്പിക്കാം. മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പുതിയൊരു ടാബ് ആക്ച്വലി മേടിച്ചു. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ ആ ടാബ് താഴെ ഇട്ടാലും പൊട്ടൂല, പിന്നെ വെള്ളത്തിൽ കൊണ്ടിട്ടാലും ഒരു പ്രശ്നമില്ല. ലെവി ഇപ്പോൾ എന്ത് കിട്ടിയാലും താഴെ ഇട്ട് പൊട്ടിക്കുകയും ചെയ്യും, വെള്ളത്തിൽ കൊണ്ടിടും. അപ്പോൾ ആ ടാബ് നിങ്ങളൊന്ന് കണ്ടിട്ട് തിരിച്ചു പോകാം. എനിക്ക് യൂസ്ഫുൾ ആയ പോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലോ. അവിടെ ഒരാൾ താഴെ സ്റ്റെപ്പ് ഇറങ്ങി പ്രാവിൻ്റെ പുറകെ പോകുന്നുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അവനെ ഒന്ന് സോർട്ട് ഔട്ട് ആക്കുന്ന ടൈം കൊണ്ട് നിങ്ങൾ ടാബ് കണ്ടിട്ട് തിരിച്ചു പോയോ. ബാക്കി ഡൊണേഷൻ്റെ ഡീറ്റെയിൽസ് അത് കഴിഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ,
outkitel RT3 Pro ടാബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ചീപ്പ് ആൻഡ് ദ ബെസ്റ്റ്. അവൻ ഉറങ്ങിക്കിടന്നിട്ടാണ് ഞാനിപ്പം വ്ളോഗ് എടുക്കുന്നത്. ഏറ്റവും ഡിഫിക്കൽട്ട് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കാൻ. അവന് വലിയ പ്രശ്നമില്ല, ഞാനിവിടെ റോഡ് സൈഡിലൊക്കെ കൊണ്ട് കാണിക്കുമ്പം കുഴപ്പമില്ല. പക്ഷെ പനി വന്ന സമയത്തും പല്ല് വരുന്ന സമയത്തൊക്കെ ഫുഡ് കഴിക്കുന്നേ ഇല്ല ആൾ. അപ്പോൾ പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്, ഫോൾ റെസിസ്റ്റൻറ്റുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്, പേടിക്കണ്ടല്ലോ. പിന്നെ ചീപ്പുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ വ്ളോഗ് എന്ന് പറയുന്നത് എന്താണ്? ഡൊണേറ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സൊക്കെ എങ്ങനെയാണ് ചേച്ചി എന്ന് ചോദിച്ചു. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. നമ്മൾ ഏതൊരു കാര്യം ചെയ്താൽ മാത്രമേ എത്രമാത്രം അതിനകത്ത് നമ്മുടെ ടൈം പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡെഡിക്കേഷൻ എന്താണ്, അത് ചെയ്താൽ മാത്രമേ അതറിയത്തുള്ളൂ. പറയുന്ന ആളുകൾക്കും കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്കും എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ ഈ ഒരു ഡൊണേഷൻ പരിപാടി ഇന്നൊന്നും തുടങ്ങിയതല്ല കേട്ടോ. ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ലെവിയുടെ ഡ്രസ്സ് കൊടുക്കുന്നത്. ഇത് എൻ്റെ ഡ്രസ്സും ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിലുള്ളപ്പോൾ തൊട്ട് തുടങ്ങും. ഞാൻ ഷൂട്ട് ചെയ്യാൻ 10-12 വർഷമായിട്ട് ഞാൻ സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിച്ച സമയം തൊട്ടിട്ട് നമ്മൾ അധികം ഉപയോഗിക്കത്തില്ല. ഒരു ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് 1-2 പ്രാവശ്യം ഇട്ടിട്ട് നമ്മൾ പിന്നെ ഉപയോഗിക്കില്ല, ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാരണം. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് ഒത്തിരി തരുന്നുണ്ട് പല രീതിയിലായിട്ട്. സോ അപ്പം ഞാൻ കൊളാബ് ചെയ്യാൻ നേരത്ത് ഒരുപാട് ഡ്രസ്സ് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ചോദിക്കാൻ നേരത്ത് ഡ്രസ്സ് മാത്രമല്ല, എൻ്റെ ബാഗും അതുപോലെ തന്നെ ഞാൻ അധികം ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാത്ത ഒരാളാണ്. വാച്ചും കൊടുക്കാറില്ല, എൻ്റെ ചെരുപ്പും കൊടുക്കാറില്ല. ചെരുപ്പിൻ്റെ സൈസ് 4, 3 ഒക്കെ ആയതുകൊണ്ട് അധികം യൂസ് ചെയ്യാൻ ആൾക്കാരില്ല. എനിവേ, ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല. ഞാൻ ഈ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ദൈവം എനിക്ക് തരുന്നത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചാൽ. ഇതെൻ്റെ ലെവിക്കുട്ടിന് 2 to 3 years ഉപയോഗിക്കാൻ ഉള്ള ഡ്രസ്സുകൾ ഒന്നല്ല, ഇതിൻ്റെ 3 എണ്ണം ഉണ്ട്. ഞാനിതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ലെവിക്കുട്ടിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതുപോലെ ഇതിനകത്ത് പലതും ലെവിക്കുട്ടിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പണ്ട് ഞാനിവിടെ വന്ന സമയത്ത് ചാരിറ്റി കൊടുക്കുമായിരുന്നു, അച്ചുവിൻ്റെ സ്യൂട്ടും അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരത് പൈസ കൊടുത്തിട്ടാണ് ലൈക്ക് വേറെ ആൾക്കാർക്ക് മേടിക്കാൻ. നല്ല സാധനങ്ങൾ കിട്ടും. ഞാൻ അക്കയുടെ പിള്ളേർക്കൊക്കെ പണ്ട് ടോയ്സ് മേടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്, സ്റ്റുഡൻസായിട്ടൊക്കെ വന്നവർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. പെട്ടെന്ന് ഇവിടെ വന്ന് പ്രഗ്നൻ്റ് ആയി കുഞ്ഞുങ്ങളായി സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തപ്പം ഒരുപാട് നല്ല പോസിറ്റീവ് റെസ്പോൺസ് വന്നു. ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇതൊരു വ്ളോഗായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ ഈ ഐഡിയ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്ന നേരത്ത് ആരെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കാൻ തോന്നിയാൽ അത് നല്ലതല്ലേ. ഇത് അയച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈസിയുള്ള കാര്യമല്ല. ഇതിന് ഞാൻ ആദ്യം ബോക്സാണ് സെറ്റ് ചെയ്തത്. ഇത് 1, 2, 3, 4 ബോക്സ് അവിടെയും വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് ഓരോന്നിനകത്ത് ഞാൻ ഡിവൈഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഇത് ഞാൻ ടോയ്സും അതുപോലെ തന്നെ ലെവി ഉപയോഗിക്കാത്ത ചിലതൊന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ ചില ഷൂസൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അവനത് തൊട്ടിട്ടേ ഇല്ല. അവൻ്റെ കാലിന് അച്ചാടെ പോലെ നല്ല വീതിയാണ്. അച്ചാക്ക് 10-11 സൈസാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ലെവിക്കുട്ടിന് അച്ചാടെ കാലാണ് കിട്ടിയിരിക്കുന്നത്. നല്ല വീതിയുണ്ട്. അപ്പോൾ അവന് മേടിച്ചുകൊണ്ട് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ചിലതൊക്കെ 1-2 സെയിം കളേഴ്സ്, ലൈറ്റായിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ. പിന്നെ മദർ കെയർ, M&S നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ ഒരുപാട് പേര് ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം നനച്ച് കഴിയുമ്പോൾ ഷ്രിങ്ക് ആവും. ചിലപ്പോൾ ലെവിക്ക് അത് ഓക്കെ ആവത്തില്ല. ഹൈറ്റും വെയിറ്റും ഉണ്ടായത് കാരണം നമുക്കത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ കൊണ്ട് കളയുന്നതിനെക്കാട്ടി നല്ലത്, ചാരിറ്റി കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ കണ്ടെത്തിയ ഒരു ഐഡിയ ആണിത്. ഞാനിതെല്ലാം പാക്ക് ചെയ്യും ഓരോന്നായിട്ട്. എൻ്റെ ഫോണിലുണ്ട് ഓരോരുത്തർ അയച്ചു തന്നിട്ടുള്ള 6 to 9 months. ഇതിപ്പം 2 പെൺകുട്ടികൾക്കും ഉണ്ട് കേട്ടോ. 10 ദിവസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന് ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ലെവിയുടെ ജെൻഡർ റിവീലിന് ഗേൾ ബേബി ആണെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 6 മാസം പ്രായമുള്ളൊരു ഗേൾ ബേബിക്കാണേ. അപ്പം എനിക്കിങ്ങനെ ആൾക്കാരിങ്ങനെ മെസ്സേജ് അയക്കുമ്പം കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ ഞാൻ ഓരോ ബോക്സിലും ഓരോരുത്തരുടെ ഇത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ജെൻഡർ റിവീലിന് കിട്ടിയ കുറച്ച് ഡ്രസ്സ് എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാങ്കറ്റുകൾ അതൊക്കെ കുറേ ബ്ലൂവും വൈറ്റുമാണ്. വൈറ്റ് പിന്നെ എല്ലാവർക്കും പോകുമല്ലോ, യെല്ലോ കളേഴ്സ്, അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് പാക്ക് ചെയ്ത് വെച്ച് അടുത്ത ദിവസം ജോലി എന്ന് പറയുന്നത് ഇത് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ എല്ലാവർക്കും അറിയാം എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ നമ്മൾ ലോക്കൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 5 to 6 pounds ആകും. അതായത് നാട്ടിൽ 500-600 രൂപ ആയിരിക്കും. അപ്പോൾ ഇത് വലിയ ബോക്സ് ആകുമ്പം 10-12 pounds ആകും കേട്ടോ. അപ്പോൾ അച്ചായെ ഞാനിത് ഏൽപ്പിക്കുന്നത്, അച്ഛ ഓൺലൈനിൽ ഇത് ബുക്ക് ചെയ്യും, എന്നിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്നിട്ട് ഡ്രോപ്പ് ചെയ്യും. സോ ആ പ്രൊസീജിയർ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം പാർക്ക് ചെയ്തിട്ട് തന്നെ ഇതെല്ലാം കൂടെ കൊണ്ടുപോകണ്ടേ, നോക്കാം. എനിവേ, അപ്പോൾ ഞാൻ പാക്കിംഗ് സെക്ഷനിലേക്ക് പോവുകയാണ്. പിന്നെ എന്നെ ഒരുപാട് പ്രാവശ്യം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്, ജോബിന് ആക്ച്വലി സ്ലോവിലുള്ള ഒരാളാണ്. അവനോട് ഞാനിങ്ങനെ പറയുമ്പോൾ അവന് ആവശ്യമില്ലാത്ത, അതായത്
നല്ല കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ടാകും. അവന് ഈ പറഞ്ഞതുപോലെ എങ്ങനെ കൊടുക്കണ്ടേന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവന് ചാരിറ്റിക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് പറയും, ലിൻഡൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പാക്ക് ചെയ്തിട്ട് തരാമെന്ന്. അവനും വൈഫും മേടിക്കും ചില കാര്യങ്ങൾ, പക്ഷേ ഓൺലൈനിൽ മേടിക്കുന്ന ചിലപ്പോൾ ഫിറ്റ് ആയിട്ടുണ്ടാകത്തില്ല. അപ്പോൾ അവർ ടാഗ് പോലും റിമൂവ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് കൊണ്ടു തരാറുണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാം ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ അയച്ചു കൊടുക്കാൻ മാത്രമല്ല, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എനിക്ക് ഒരുപാട് പേരുണ്ട്. അവരെന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് ചില സ്റ്റുഡൻസ് പിള്ളേർ മന്ത്ലി വരാറുണ്ട്, അവർക്കും കൊടുക്കാറുണ്ട്. അവർ ഹാപ്പിയാണത്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ ഇത് പാക്കിങ്ങിലേക്ക് ഞാനൊന്ന് ടപ്പേന്ന് കിടക്കുകയാണ്. ഇത് ലവിക്കുട്ടൻ ഉണരുന്നതിൻ്റെ മുമ്പേ ഈ പരിപാടി തീർക്കണം, പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എടുക്കണം എന്ന് വെച്ച വ്ളോഗായിരുന്നു. പക്ഷേ നടന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സ്കോട്ട്ലൻഡ് ട്രിപ്പ് പെട്ടെന്ന് വന്നു. സോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത്. അപ്പം ലെവി ഉണരുന്നതിൻ്റെ മുമ്പേ ഞാനിതൊക്കെ ഒന്ന് ഷടപ്പടേ എന്ന് പറഞ്ഞ് പാക്ക് ചെയ്യട്ടെ. ഓക്കെ, പാക്ക് ചെയ്യാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ലെവിക്കുട്ടൻ ഉണർന്ന് വന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതും അവിടെ സ്റ്റോപ്പ് ചെയ്തു. നെക്സ്റ്റ് ഡേ മമ്മിയും അതുപോലെ ബാംഗ്ലൂർ മമ്മിയും ഡാഡിയും കുട്ടിപ്പട്ടാളം എല്ലാവരും ലസ്റ്ററിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് 1 വീക്ക് ലീവാണ് കേട്ടോ. ലീവ് സ്റ്റാർട്ട് ചെയ്ത അന്ന് ഈവനിങ് തന്നെ അച്ഛ എല്ലാവരെയും കൊണ്ട് ലണ്ടനിലേക്ക് എത്തി. പിന്നെ റേച്ചാൻ്റെ മമ്മിയെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അക്കയും റേച്ചാനും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതൊന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല. പ്ലാൻ അക്കോർഡിംഗ്ലി പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ക്രൂസ് ട്രിപ്പും അതുപോലെ തന്നെ ലിവർപൂൾ ട്രിപ്പും അങ്ങനെയൊക്കെ ചിലതൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം ഒരുപാട് ദൂരമാണ്, മമ്മിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കുട്ടിപ്പട്ടാളത്തെയും കൊണ്ട് അച്ഛനും ഡാഡിയും പുറത്ത് കളിക്കാൻ പോയ സമയത്തായിരുന്നു ഞങ്ങളുടെ പാക്കിങ് നടന്നത്. അവരുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. പിന്നെ അതുമാത്രമല്ല, മമ്മി എല്ലാം മടക്കി നല്ല ഒതുക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിലും പേരും അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പറും അച്ഛനും അയച്ചു കൊടുത്തു. അച്ഛൻ രാത്രി തന്നെ എല്ലാത്തിൻ്റെ QR കോഡ് എൻ്റെ മൊബൈലിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഞാൻ അപ്പൂസിനെയും കൊണ്ട് നേരെ തന്നെ ഇത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫ് ലൈസൻസ് കടയിലാണ് വന്നത്. പോസ്റ്റ് ഓഫീസിന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ട്രാഫിക്കാണെന്ന് കരുതി QR കോഡ് അച്ഛൻ അയച്ചു തന്നിട്ടുണ്ടെങ്കിലും പ്രിൻറ്റ് ചെയ്ത് വരാൻ നേരത്ത് മാത്രമേ നമുക്ക് അറിയുള്ളൂ ഏത് അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. അത് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ബോക്സിൽ ഞാൻ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ ടുഗെദർ 5. അപ്പോൾ 5 പാർസലാണ് നമ്മൾ ഈ പ്രാവശ്യം അയച്ചിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ്. ഇവിടുന്ന് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഹോസ്പിറ്റലിലേക്ക് എൻ്റെ കൂടെ അച്ചുവാണ് വരുന്നത്. ഇവിടെ വന്നത് നമ്മുടെ അപ്പൂസാണ്. അപ്പൂസ് വണ്ടിയിൽ ഇരിപ്പുണ്ട്. എല്ലാ സംഭവങ്ങളും സെൻഡ് ചെയ്ത് എന്നെ കുട്ടി ഹെൽപ്പറാണ് അപ്പൂസ്. അപ്പൂസ് ഇന്ന് തിരിച്ച് എങ്ങോട്ട് പോണോ? അവൻ അറിയത്തില്ലെന്ന്. എന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. മമ്മിയും ഡാഡിയും റേച്ചാൻ്റെ മമ്മിയും ഒക്കെ കുട്ടി ഹെൽപ്പുകളാണ്. ഡാഡി പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. കാരണം ഇതെല്ലാം സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കണമല്ലോ. പിന്നെ ഇതിൻ്റെ ബോക്സ് ഒന്ന് അറേഞ്ച് ചെയ്യണം. ഓരോ ബോക്സും ഡിഫറെൻ്റ് ആണ്. ഇതെല്ലാം എഴുതി ഒട്ടിക്കുക. 5 ബോക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഫോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടമുള്ള കാര്യമാണ്. ലെവി വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കഷ്ടം തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞത് എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ട് മെസ്സേജ് അയച്ചു. കുറേ പൈസ ഉണ്ടല്ലോ, പഴയതിന് പകരം പുതിയത് മേടിച്ചു കൊടുത്തൂടെയും ചോദിച്ചു. അറ്റ്ലീസ്റ്റ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്. എത്ര പേര് ഈ കമൻറ്റ് ചെയ്യുന്നതിൽ ഒരു മുട്ടായി എങ്കിലും മറ്റുള്ളവർക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ടെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടവും കാര്യങ്ങളും. നിങ്ങൾക്ക് ഇങ്ങനെ കമൻറ്റ് അയക്കുമ്പോൾ ഒരു മനസ്സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ എന്തായാലും ഈ പരിപാടി നിർത്തത്തില്ല. ഈ പ്രാവശ്യം ഞാൻ വ്ളോഗ് ഇട്ടത് ഞാൻ ഈ അയച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഞാൻ അയച്ചു കൊടുത്ത ഡ്രസ്സ് കുഞ്ഞുങ്ങൾ ഇട്ടിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരും. അത് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. സോ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേലും എനിക്കറിയാം എന്നെ ഓർക്കുന്നു. പ്രാർത്ഥിച്ചില്ലേലും അത് ഇടാൻ നേരത്ത് അവരെന്തായാലും ഈ പറഞ്ഞതുപോലെ എന്നെ ലഭിക്കുന്നതും ഒരു ചെറുതായിട്ടെങ്കിലും ഓർക്കുമല്ലോ. പിന്നെ ഇത് എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ്. എനിക്കിഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. പുതിയത് മേടിച്ചു കൊടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അത്രയും മാത്രം എന്താ പറയുക കപ്പാസിറ്റി ഒന്നും ഇപ്പം എനിക്കില്ല. ഇനിയും കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ആർക്കും മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ടോയ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അവരെ മാത്രമല്ല കേട്ടോ, നാട്ടിലുള്ള ആളുകളെയും പല രീതിയിലും കുറച്ച് പൈസയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അനുഗ്രഹമായിരിക്കും ദൈവം എനിക്ക് പല രീതിയിലായിട്ട് തരുന്നത്. എൻ്റെ മാതാപിതാക്കൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം റേച്ചാൻ്റെ മമ്മി വന്ന് 3ാമത്തെ ദിവസമാണ് അക്കൊക്കെ ആക്സിഡൻറ്റ് പറ്റിയത്. ഓക്കെ, അപ്പം ആകെ മൊത്തം ടെൻസ്ഡായിരുന്നു. എന്ത് ചെയ്യണം, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റേച്ചാൻ്റെ മമ്മി ഞങ്ങൾ മാക്സിമം കവർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വേറൊരു സന്തോഷം. അപ്പോൾ എന്തായാലും എനിക്കിനി ഒരു വലിയ യാത്രയുണ്ട്. അതിന് മുമ്പ് എനിക്കൊരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കേസ് അതും നിങ്ങളുടെ കൂടെ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. ഫെബ്രുവരി തൊട്ടിട്ട് ഞാൻ ഫേസ് ചെയ്യുന്നൊരു കാര്യത്തിൻ്റെ റിസൾട്ട് ഇന്നറിയാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ആദ്യം അച്ഛനെ പിക്ക് ചെയ്തിട്ട് നമ്മുടെ അപ്പം കുട്ടീനെ ഡ്രോപ്പ് ചെയ്യട്ടെ അല്ലേ? ഓക്കെ, ഹായ്. അങ്ങനെ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി ആവാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ക്ലിനിക്കിൽ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പം ക്ലിനിക് കണ്ടാറ് ലുക്കിൽ മുമ്പിൽ പോയി നോക്കണം.
അതിൻ്റെ ഒരു വീഡിയോ അടുത്തതായിട്ട് വരുന്നുണ്ട്, എന്താണ് ഈ ഹാപ്പിനെസ്സിൻ്റെ കാര്യം എന്ന് പറയാൻ. സോ ചില ആളുകൾക്ക് കുത്തുവാക്കുകൾ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അത്രയേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തവരാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വീഡിയോ ഇട്ടത് വേറെ ആൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു ഐഡിയ തോന്നി സെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സെൻഡ് ചെയ്യട്ടെ. UK-ലുള്ളവർക്ക് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ, നാട്ടിലുള്ളവർക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. നാട്ടിൽ ചെല്ലാൻ നേരത്തെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ ഞാൻ യൂസ് ചെയ്യാത്തതും പുതിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് പല ആളുകൾക്ക് സെൻഡ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ടെസ്റ്റിമോണിയൽ വീഡിയോ ആയിരിക്കും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് റീസൺസ് ഉണ്ട്. ഫെബ്രുവരി തൊട്ടിട്ടുള്ള എൻ്റെ കുറേ എന്താ പറയുക ഇമോഷൻസും എൻ്റെ മിറാക്കിൾ സ്റ്റോറീസും എല്ലാം കൂടെ ഷെയർ ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കും ഞാൻ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. പിന്നെ ബാഡ് എക്സ്പീരിയൻസ് ഈയിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ലെസ്റ്ററിൽ ഒരു ചർച്ചിൽ വെച്ചിട്ട്. അപ്പോൾ ആ വീഡിയോയും ഈ ടെസ്റ്റിമോണിയൽ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇറക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വ്ലോഗ് ഒരു അടിപൊളി ടെസ്റ്റിമോണിയൽ വീഡിയോ, ഒരു മിറാക്കിൾ വീഡിയോ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനായിരിക്കും ഞാൻ വരുന്നത്. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.